ഇപ്പം സാറിനോടാണ്. സാർ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂവി പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു ഹീറോ ഇപ്പൊ മൈൻഡിൽ ഇപ്പം കുറെ അധികം മൂവീസ് ജയസൂര്യ ജയനെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ഹീറോ എന്നുള്ള പുള്ളിയെ മനസ്സിൽ വെച്ചിട്ടായിരിക്കോ സ്ക്രിപ്റ്റ് എഴുതുന്നത്? അത് സ്ക്രിപ്റ്റ് എഴുതിയതിന് ശേഷമാണോ ഈ ഒരു ഇതിലേക്ക് വരുന്നത്? അല്ലെങ്കിൽ ഓക്കെ ഇപ്പൊ പറഞ്ഞു ആ വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ടപ്പം ഉണ്ണിയെ പോലെ തോന്നി, അപ്പം നമുക്ക് ഓക്കെ ഫിസിക്കും എല്ലാം കൂടെ. അപ്പം ബാക്കി എല്ലാ മൂവീസും ആക്ടറിനെ കണ്ടാണോ എഴുതുന്നത് അതോ അതിന് ശേഷമാണോ? പല രീതിയിലാണ്. ഇപ്പം മേരിക്കുട്ടി ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും. മേരിക്കുട്ടി ജയനം മണ്ണ് മാത്രമേ ഇല്ല. അത് ആ ഒരേ ഒരു സിനിമ ഞാൻ ജയനും കൂടെ 8 സിനിമ ചെയ്തിരുന്നു. ആ ഒരേ ഒരു സ്ക്രിപ്റ്റ് ജയൻ ആണ് നായകൻ എന്നിവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പുണ്യാളൻ പ്രൈവറ്റ് ഷോ പോലും അങ്ങനെയൊന്നുമില്ല. വേറെ പല കഥകൾ മാറി പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. വേറെ പല നടന്മാർ അഭിനയിക്കേണ്ട കഥകളൊക്കെയാണ്. സർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫൈനലി ഇങ്ങനെ കുറച്ചൊരു ഇതിലേക്ക് കൺക്ലൂഷനിലേക്ക് എത്തിയതിനു ശേഷം കുറച്ചുകൂടെ ടഫാണ് ഇത് കാണുമ്പോൾ ഉടനെ ജയനെ വിളിക്കും. അപ്പൊ പുള്ളി വരും, പുള്ളി പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ? നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അതെങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്യുന്നത്? ഒരു മാജിക് അല്ലേ? അങ്ങനെയല്ല. ഒരു ക്യാരക്ടർ ആർക്കും ഇപ്പൊ എനിക്ക് ആരും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പ്രേതം എനിക്കത് ജോൺ ഡോൺ ബോസ്കോ ആരും ചെയ്ത് ശരിയാവുന്നില്ല. എങ്ങനെയും ശരിയാവുന്നില്ല. പുള്ളി മുട്ടയൊക്കെ അടിച്ചു അത് എനിക്ക് താല്പര്യമില്ലായിരുന്നു. പുള്ളിയോട് എല്ലാം ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് ഗവൺമെന്റ് മുട്ട ഞാൻ അടിക്കില്ല. പുള്ളി അപ്പുറത്ത് ഞാൻ ഷൂട്ടിക്കൊണ്ടിരിക്കുക മുട്ട എടുത്തോണ്ടിരിക്കും. പകുതിയൊക്കെ ഇപ്പൊ ഓക്കെ ഉണ്ട്. ഇതുപോലെ ആക്കിത്തരാം. പുള്ളി ഫുള്ളായിട്ട് അടിച്ചു. അപ്പൊ എനിക്ക് അതൊരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തു. അയാൾക്ക് ആ രൂപത്തിലായിരിക്കും അത് കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യം. അതൊക്കെ കംഫർട്ട് ലെവലുണ്ട്. കംഫർട്ടബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സണ്ണി എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഒരു ഒക്ടോബർ 30 പറ്റാണ് ഞാനോട് പോയിട്ട് പറയുന്നത്. ഞാനോട് പറഞ്ഞത് എന്തെന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കൺവിക്ഷന്റെ പെട്ടെന്ന് പോകും. അതായത് ഒരൊറ്റയ്ക്കാണ് പെട്ടെന്ന് നമ്മൾ കോൺഫിഡൻസ് പോകും. പെട്ടെന്ന് ഇതാ ചെയ്യാം എന്ന് പറഞ്ഞാൽ അടുത്ത ചെയ്യാം. ഒരാഴ്ച കൊണ്ട് നമ്മൾ സിനിമ ചെയ്തത്. ഒരാഴ്ചക്കുള്ളിലാണ് ഞങ്ങൾ ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയത്. അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശ്വാസം കൊണ്ടും സംഭവിക്കാം. പക്ഷെ സിനിമ കളിക്കുന്നതിൽ ഞങ്ങൾ എത്ര കഥ ജയനോട് പറഞ്ഞിട്ട് ജയൻ ഇഷ്ടപ്പെടാതെ ജയൻ എന്നോട് ഇങ്ങനെ കഥ ചെയ്യാമെന്ന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അത് സൗഹൃദം കൊണ്ട് സിനിമ ഉണ്ടാവില്ല. അങ്ങനെ സിനിമ ഉണ്ടാക്കാനും പാടില്ല. അത് ഇപ്പൊ സണ്ണി ഉണ്ടായെന്ന് പറഞ്ഞ് രണ്ടുപേരും ചെയ്യണം തോന്നി. അതുകൊണ്ടും കൂടെ ഈ ജയ് ഗണേഷിന്റെ സ്റ്റോറി ജയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പുള്ളിയെ വെച്ചിട്ട് അങ്ങനെ? ഇല്ല, പുള്ളിനെ പറഞ്ഞില്ല. കാര്യം പുള്ളി ഓൾറെഡി ബ്യൂട്ടിഫുൾ ചെയ്തല്ലോ. പോലും അത് ഓൾറെഡി ആയല്ലോ. ഒരാളെ ചെയ്തേ. അപ്പൊ ഞാൻ പുള്ളിനെ ചിന്തിച്ചില്ല ഈ കഥയിൽ പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. അത് പല പ്രിഫറൻസ് ഉണ്ടായിട്ടുണ്ടാവും. അതിപ്പം വലിയ കഥയാണ്. അല്ല, ഞാൻ അങ്ങനെ ചോദിക്കാനുള്ള റീസൺ ഫസ്റ്റ് പ്രിഫറൻസ് അങ്ങനെ ഞാൻ 2012 മറ്റേ കഥ ആലോചിച്ചു. 12 വർഷമായി വർക്ക്ഔട്ട് ആവുന്ന ടൈമിലുള്ളത് ഒരാളിനെ കണ്ടിട്ടാണല്ലോ അപ്പം നമുക്ക് ഇത്രയും നല്ല ഒരു എന്താ പറയാ മൊമെന്റ്സ് നമുക്ക് സമ്മാനിച്ച് കുറെ വിശേഷങ്ങൾ ജയ് ഗണേഷിനെ പറ്റിയും അതല്ലാതെ കുറെ മൂവീസ് ഞങ്ങൾ ആസ് എ ഓഡിയൻസ് കൂടെ ഞങ്ങൾക്കും കുറെ പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഞങ്ങൾക്ക് ഒരു പാട്ട് ക്ലീശയാണ് വി നോ ബട്ട് സ്റ്റിൽ അമൽ ഡേവിസ് ഒരു പാട്ട് കാരണം അമൽ ഡേവിസ് പാടുന്ന എല്ലാവരും അതുകൊണ്ട് പാടുന്നുണ്ട് സിനിമയില് കാണുമ്പോ ഡയറക്റ്റ് അല്ല ബട്ട് സിനിമയില് അല്ല ഞാൻ അങ്ങനെയല്ല സിനിമയില് കാണുന്ന സമയത്ത് പുള്ളിന്റെ ചില നെഗറ്റീവ് ഒരു ഷെയ്ഡ് ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ തോന്നാറുണ്ട്. എനിക്ക് തോന്നിയത് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നായിരുന്നു ആ സിനിമയിലെ ഹൃദയത്തിൽ. അല്ല, അത് ആ ക്യാരക്ടറിന്റെ വിജയമാണല്ലോ. അയ്യോ അങ്ങനെയല്ല സർ, ആ ക്യാരക്ടർ കണ്ടപ്പോ നമുക്ക് പേഴ്സണലി അതിനോട് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തു. അത് ആ ക്യാരക്ടറിന്റെ ഒരു വിഷയം. അപ്പൊ ഒരു പാട്ട് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. മ്യൂസിക് ഡയറക്ടറിനെ ഇവിടെ ഇരിക്കുന്നത് വളരെ പിന്നെ എന്താ പറയാ വിനയത്തോടെ ഇവിടേക്ക് വെച്ചു. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ലാപ്ടോപ്പായിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞ എഡിറ്റ് ചെയ്യാം. അല്ലാതെ എന്റേതല്ലാത്തൊരു ജോലിയിൽ പോയി ഞാൻ ഇവിടെ സ്പെഷ്യലി മെൻഷൻ ചെയ്ത ഒരു കാര്യമുണ്ട്. യുവർ മ്യൂസിക് സെൻസ്
മ്യൂസിക് സെൻസ് സിംഗിങ് അല്ല. സെൻസ് ഉള്ള ഒരാളൊരു ഗുഡ് ലിസണർ ആയിരിക്കും. അപ്പൊ ബാത്റൂം സിംഗർ ആയിരിക്കും. ആ അവര് പാടിക്കോളും. ഇതൊരു ബാത്റൂം അല്ലാത്തതുകൊണ്ട് ബാത്റൂമിൽ ചെയ്തത് ബാത്റൂമിൽ ചെയ്ത പബ്ലിക് സ്പേസിൽ പാട്ട് അങ്ങനെയാണ്. സോറി സോറി അല്ല ഈ ജയഗണേഷ് ഈ 4 years മാത്രം സിനിമ വെച്ചാൽ പിന്നെ നമുക്ക് പാട്ടൊക്കെ പാടി ഒരു ജയഗണേഷ് ടോട്ടലി ഒരു സ്റ്റോറി ഓറിയന്റഡ് അങ്ങനെ മ്യൂസിക്കൽ ഫിലിം അല്ല. അപ്പൊ അങ്ങനെ പാട്ടുകളും ഈ പറഞ്ഞ ഇപ്പൊ ഇറങ്ങിയ ആരംഭമായി വന്ന പാട്ടും നേരെന്നുള്ള സോങ് നോക്കി ഈ സ്റ്റോറിയിൽ വന്ന അതില് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് പാട്ടായിട്ട് വന്ന ട്രാക്കുകളാണ്. മ്യൂസിക്കൽ ഒരു ഫിലിമാണോ വെച്ചാൽ അറിയില്ല. അല്ലെങ്കിൽ പാടിയത് സിംഗറല്ല. ഞാനൊരു പാടാൻ ശ്രമിച്ചിട്ടുണ്ടായത് എന്റെ പാട്ട് ശ്രമം. അതാണ് ഈ ഇന്റർവ്യൂ നല്ലൊരു വിഷയം എല്ലാവർക്കും. ഞാൻ എന്റെ മ്യൂസിക്കൽ സെൻസ് കൊണ്ട് അതിന് എനിക്ക് അറിയാവുന്ന ജോലി ചെയ്യാം. അല്ല സോറി ഞാൻ വളരെ പെട്ടെന്ന് വേണം. പുള്ളിക്ക് വാശി നോക്കുന്നുണ്ട്. പുള്ളി പാടില്ല. ഞാൻ വാശി പറഞ്ഞു എന്തൊരു പാടില്ല. പാട്ട് പാടില്ല. ഞാൻ പാടാം. പക്ഷെ നമുക്ക് പല പല ആഗ്രഹങ്ങളുണ്ടോ? അതൊക്കെ വെച്ചാൽ നമുക്ക് പൂർത്തീകരിക്കാൻ പാടിക്കോളൂ. നിങ്ങൾ കൂടെ പാടിക്കോളൂ. ഈ പടത്തിലെ പാട്ട് അറിയോ? കേട്ടിട്ടുണ്ടോ? വേണ്ട. കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്രയ്ക്കുള്ള സിംഗർ ഇല്ല. ഞാൻ രണ്ടുപേരും പാടാം. എന്താ ഞാൻ തന്നെ ചോദിച്ചല്ലേ ഒരു പാട്ട് നിങ്ങൾ കേട്ട് സഹിച്ചിട്ട് പോയാൽ. ഓക്കെ പാടാവേ. തമിഴ് പാട്ടാണ്. അതേ പറഞ്ഞു ഒറ്റ അപ്പൊ എല്ലാരും ക്ഷമിക്കണം, തെറ്റുകുറ്റങ്ങളൊക്കെ വരും. എന്നാലും പാടാം. സംഗീതം ക്ഷമിക്കാൻ പറ്റില്ല. കോംപ്രമൈസ് അതുകൊണ്ട് പാടാം. കൃത്യമായി പാടാം. கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டும் ஏன் இன்னும் பேசவில்லை, ஆளான ஒரு செய்தி அறியாமலே அலைப்பாயும் சிறு பேதை நானோ, உன் பேரும் என் பேரும் தெரியாமலே உள்ளங்களிடம் மாறும் ஏனோ, வாய் பேசவே வாய்ப்பில்லையே, வலி தீர வழி என்னவோ. ഇത് പാടാൻ വേണ്ടിട്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ക്യാമറ കട്ടായപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി പറഞ്ഞാൽ ഞങ്ങൾ പാടില്ല. എന്നിട്ടും ഈ നിർബന്ധവും തിരിച്ചു നിർബന്ധിപ്പിക്കലും. ഞാനൊരു ചോദ്യം ചോദിച്ചു, പിന്നെ എനിക്ക് അവിടെ നിന്ന് ഉത്തരം കിട്ടില്ല. നല്ല നല്ല പാട്ടായിരുന്നു. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷ. നല്ല ടെൻഷൻ ഉണ്ടെന്ന് ശ്വാസമൊക്കെ പകുതി മുക്കാൽ അവിടെ ഇവിടേക്ക് പോയിട്ടോ. ഇല്ല അറിഞ്ഞില്ല. ഞാൻ സിംഗറാണ്. അതെ ഓക്കെ നൈസ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ സിനിമ ഇപ്പൊ 11-ാം തീയതി റിലീസിന് ഒരുങ്ങുകയാണ്. വൻ വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത്രയും നല്ല ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് താങ്ക് യു സോ മച്ച്. നമ്മുടെ ജയ് ഗണേഷിന്റെ ടീമിന് ജയ് ഗണേഷ് മൂവിന്റെ ഒരു എന്താ പറയാ ഓഡിയൻസിലേക്കുള്ള ഒരു അക്സെപ്റ്റൻസ് എല്ലാം കിട്ടി. ഒരു അടിപൊളി മൂവി ആവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.